വിശദീകരണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഖമനയി കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഇസ്രയേൽ പറയുകയാണ്. അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെയാണ് അല്ലേ? ഈ ഒരു അവകാശവാദം അത് ഈ നടക്കുന്ന സംഘർഷങ്ങളിലൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇറാൻ ആണവ ഗവേഷകർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്ന് നെതന്യാഹു ഇതാ ഇപ്പോൾ പറയുന്നു. ആയത്തുള്ള അൽ ഖമേനി കൊല്ലപ്പെട്ടിരിക്കാമെന്ന് നെതന്യാഹു പറയുകയാണോ ഈ നിമിഷത്തിൽ? ഉറപ്പായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇപ്പോൾ അഭിസംബോധന ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതിൽ തന്നെയാണ് ഖമനയി കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കുന്നത്. ഖമനയി കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവകാശവാദവുമായി നെതന്യാഹു എത്തുന്നു. ഇറാൻ ആണവ ഗവേഷകർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുകൂടി നെതന്യാഹു പറയുകയാണ്. ഈ ഇറാന്റെ നമുക്കറിയാവുന്നതാണ്, രാഷ്ട്രീയ തലത്തിൽ പരമാധികാരിയായി സ്ഥാനത്തുള്ള ആളാണ് ഖമനയി. ഖമനയെ കൊല്ലുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെയും US-ന്റെയും പ്രധാന ലക്ഷ്യം എന്നുകൂടി നമുക്കറിയാം. അതിന് തന്നെയാണ് ഖമനയുടെ ആദ്യത്തെ ആക്രമണം ഇസ്രയേൽ നടത്തുന്നത് ഖമനയുടെ വസതിയിലേക്കായിരുന്നു ഇറാനിൽ. പക്ഷേ ഖമനയി അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇറാൻ പിന്നീട് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ ഇസ്രയേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം എത്തുകയാണ്. ഖമനയി കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. തങ്ങളുടെ ലക്ഷ്യം, അത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ, തങ്ങളുടെ ആക്രമണം അത് ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവകാശവാദം ഉന്നയിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഏതായാലും ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് ഇസ്രയേൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആക്രമണങ്ങൾ തുടരും എന്നുള്ളത് തന്നെയാണ് നെതന്യാഹുവിന്റെ ഇപ്പോൾ വാർത്താ സമ്മേളനം എന്ന നിലയിൽ അഭിസംബോധനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആണവ ഗവേഷകരെ കൊല്ലുക എന്നതുകൂടി ഇസ്രയേലിന്റെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യവും പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നെതന്യാഹു പറയുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു തെളിവും നൽകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ, വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല എന്ന കാര്യവുമുണ്ട്. ഏതായാലും വളരെ നിർണായകമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. റോഷ്നി, ഇനിയുള്ള മണിക്കൂറുകളടക്കം ഈ വിവരങ്ങൾ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.